ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ട് നമുക്ക് എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്നൊരു ക്രാഫ്റ്റ് ഐറ്റമാണ്. അതും കുഞ്ഞു കുഞ്ഞു ബോട്ടിൽസുകൾ നമുക്ക് ശേഖരിച്ച് വെച്ചാൽ അതിൽ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഓരോ ക്രാഫ്റ്റുകൾ നമ്മളെ മനസ്സിൽ തോന്നുന്ന ഓരോന്നും നമുക്കതിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ആ ഒരു ബോട്ടിൽ എന്ന് വെച്ചാൽ നമ്മൾ ഈ സ്പ്രേയുടെ ചെറിയ ചെറിയ നല്ല ഡിസൈനോടുകൂടിയുള്ള ബോട്ടിൽസുകൾ അനവധികളുണ്ട്. അപ്പം ഇത് നമ്മളൊരു സ്പ്രേ വാങ്ങിച്ചതിൻ്റെതായിരുന്നു. നല്ല ഇതിന് മുമ്പേ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു സ്പ്രേയുടെ. ഇതുപോലത്തെ ബോട്ടിൽസുകളെല്ലാം ഞാൻ കളയാതെ എടുത്ത് ശേഖരിച്ച് വെച്ചിട്ട് അതിൽ ഓരോരോ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ കണ്ടില്ലേ ഇത് ചെറിയ പ്ലാസ്റ്റിക് ബോട്ടിൽസുകളാണ്. ഇതും പുറത്ത് പോയപ്പം കുട്ടികൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചു. അതിൻ്റെ ബോട്ടിൽസ് ഞാൻ കളയാതെ അതോടുകൂടി കൊണ്ടുവന്ന് വെച്ച്. അപ്പോൾ ആ ഒരു വൈറ്റ് കളർ വെച്ച് എന്ത് ചെയ്യാമെന്ന് നോക്കിയതാണ്. അപ്പം അത് വെച്ച് ഞാനിവിടെ ഒരു ഔളാണ് ചെയ്യുന്നത്. അതിന് വേണ്ടിയിട്ട് വലിയ പീസായിട്ട് കുറേ പീസുകളായിട്ട് കട്ട് ചെയ്ത് ഒത്തിരി ബുദ്ധിമുട്ടായിരുന്നു. അത് കട്ട് ചെയ്ത് ഒരേ ലെവൽ, അത് ഓവൽ ഷേപ്പാണ്. കണ്ടില്ലേ, ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിൽ വലിയ ഓവൽ ഷേപ്പും കുഞ്ഞു ഓവൽ ഷേപ്പും വളരെ ചെറിയ, അങ്ങനെ 3 ഘട്ടമായിട്ടുള്ള ഓവൽ ഷേപ്പുകളാണ് കട്ട് ചെയ്ത് നമ്മൾ ഔളിന് വേണ്ടിയിട്ട് പ്രിപ്പയർ ചെയ്യാനായിട്ട് എടുത്ത് വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, അത് ഓരോന്നും ഇതുപോലെ ചെറിയ ചെറിയ പീസുകളാക്കി കുറേ സമയം ചെയ്യാനെടുത്ത്. കണ്ടില്ലേ ഇതുപോലെ. അപ്പോൾ നോക്കിയപ്പോൾ ആ ഒരു മുകളിലത്തെ ആ ഒരു ക്യാപ്പിനെന്ന് വെച്ചാൽ ആ ഒരു ഔളിൻ്റെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഷേപ്പായിട്ട് റൗണ്ടൊന്നും വേണമെന്നില്ലായിരുന്നു. ആ ഒരു സ്ക്വയർ ഷേപ്പിൽ തന്നെ നമുക്ക് ആ ഒരു ഔളിൻ്റെ ഫേസ് നമുക്ക് വെറും കണ്ണും 2 ലൈൻ, ആ 2 ലൈൻ എന്ന് പറയുന്നത് അതിൽ തന്നെ ഒരു ഫെദർ കൊണ്ട് ഇങ്ങനെ ഒരു കണ്ണിൻ്റെ ആ ഒരു പിരികം കുറച്ച് മുകളിലോട്ടുള്ള രീതിയിലാണ് ആ ഒരു ലൈൻ വരച്ചിരിക്കുന്നത്. അപ്പോൾ അവിടത്തേക്ക് വെറുതെ കണ്ടില്ലേ ഈ വൈറ്റ് കളറിൽ ഇത് ഓവൽ ഷേപ്പ് ചെറിയ പീസുകളും, അതായത് ഇതിപ്പം 20 എണ്ണം വെച്ചാണ് ഞാനിത് കട്ട് ചെയ്ത് മാറ്റി വെച്ചിരിക്കുന്നത്. അത്രയും തന്നെ വേണ്ടി വന്നു. അതിൽ കൂടുതൽ നമ്മൾ ചെയ്തപ്പോൾ ചെറിയ ബോട്ടിലായതുകൊണ്ട് അത്രയുടെ ആവശ്യമേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ ഒരു ഔൾ ഷേപ്പ് മുഖത്ത് കണ്ട വെറുതെ ആ ഒരു ബീക്കും ആ കണ്ണും വരച്ച് വെച്ചതേ ഉള്ളൂ. ആ ഒരു ബോഡിക്ക് 2 സൈഡിലോട്ട് 2 ചിറകും കൂടി ആക്കി വെച്ചപ്പം വേറെ ഒന്നും വരയ്ക്കേണ്ടി വന്നില്ല. വളരെ സിമ്പിളല്ലേ, വളരെ സിമ്പിളായിട്ട് നമുക്കിനി ഒട്ടിച്ചെടുക്കുന്ന നല്ലൊരു എഫേർട്ട് തന്നെയാണ് ഇതെന്ന് വെച്ചാൽ. നമ്മൾ അതിൽ ഔട്ട്ലൈൻ ഇടുന്നതെന്ന് വെച്ചാൽ 2 ചിറക്, 2 സൈഡിലായിട്ടുള്ള ചിറക് കാണിക്കാനായിട്ടാണ്. ഇതിപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്, നല്ല ഭംഗിയോടുകൂടി തന്നെ ഇരിക്കുന്നത്. എനിക്കിത് ആർക്കും കൊടുക്കാൻ ചെയ്തു കഴിഞ്ഞാൽ കുട്ടികളുണ്ട്, അപ്പോൾ അവർക്ക് ഞാൻ എടുത്ത് വിളിച്ച് കൊടുക്കുന്നതാണ്. അപ്പം ഇനി ഇതിലെന്ന് വെച്ചാൽ 2 സൈഡിലോട്ട് നമ്മൾ ആ ചിറക് വെച്ച് കഴിഞ്ഞ് ഇനി ഇത് നീളം കൂടിയ, അതായത് നമ്മൾ ആദ്യം കട്ട് ചെയ്ത് വെച്ച ഓവൽ ഷേപ്പുകൾ ഇത് ഓരോന്ന് അടുക്കി അത് ഒത്തിരി ക്ഷമയോടെ നമുക്ക് ഓരോന്ന് അടുക്കി ഇതുപോലെ ഒരു സൈഡിലോട്ട് 2 സൈഡിലോട്ടും ആ ഒരു വിങ്സിന് വേണ്ടിയിട്ടാണ് ആ ഒരു ചിറകുകൾ അടുക്കി വെച്ചത്. ആ ഒരു അടുക്കോടുകൂടി അത് തന്നെ ചെയ്ത് കഴിഞ്ഞപ്പം വളരെ ഭംഗിയായിട്ട് തന്നെ തോന്നി. ഉണ്ടല്ലോ ആ ഒരു ഇത് B7000 എന്ന ഗം കൊണ്ടാണ്. ഈ B7000 ഗം സൂപ്പർ ഗം തന്നെയാണ്. കാരണം നല്ല ടൈറ്റായിട്ട് തന്നെ അത് ഒട്ടിയെടുക്കാൻ പറ്റുമെന്നുള്ളതാണ്. ഇതിൻ്റെ വലിയതും കിട്ടും, ഇത് മീഡിയം സൈസാണ് എൻ്റെ കയ്യിലുള്ളത്. ഇത് 79 റുപ്പീസിൻ്റെ ആണത്. ആ ഒരു B7000-ഉം 6000-ൻ്റെയും ഗമ്മുണ്ട്. ഇത് 2 എണ്ണം നമ്മൾ ഗ്ലൂ ഗണ്ണിൻ്റെ അതേ എഫക്റ്റാണ്. കണ്ടില്ലേ, ആ ഒരു ചിറകിൻ്റെ 2 സൈഡിൽ ചിറകിന് വേണ്ടിയിട്ട് ആദ്യമേ 3 ഒട്ടിച്ച് പിന്നെ 2 എണ്ണം ഒട്ടിച്ച് ഏറ്റവും താഴെ 1 എണ്ണവും കൂടി പേസ്റ്റ് ചെയ്താണ് ഒരു വിങ്സ് ആക്കി എടുക്കുന്നത്. ബാക്കിയുള്ള പോർഷനിൽ ഇതിലും ചെറിയത് ഒട്ടിച്ച് ഫില്ല് ചെയ്തെടുക്കുക. ഓരോന്നും ഒട്ടിച്ച് ഫില്ല് ചെയ്ത് എടുത്ത് കഴിയുമ്പോൾ അതിൻ്റേതായ ഒരു ഭംഗി, നമ്മൾ എത്രത്തോളം ക്ഷമയോടെ അത് ചെയ്യുന്നോ അത്രത്തോളം അതിന് ആ ഒരു ഭംഗി കിട്ടുമെന്നുള്ളതാണ്. ഇതുപോലെ ചെറിയ ബോട്ടിൽസുകൾ എല്ലായിടവും വലിച്ച് എറിഞ്ഞ് കളയുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഇതൊന്നും കളയേണ്ട കാര്യമില്ല. ഇതുപോലെ വളരെ ഒരു ചിലവുമില്ലാത്ത ഐറ്റംസുകളാണിത്. വെറും ഗമ്മിൻ്റെ മാത്രമേ ഉള്ളൂ എമൗണ്ട്. ബാക്കിയെല്ലാം നമുക്ക് വേസ്റ്റായി കിടക്കുന്ന ക്രാഫ്റ്റ് ഐറ്റത്തിൽ നിന്ന് നമുക്ക്
ഓരോന്നോരോന്ന് ചെയ്തെടുക്കാവുന്ന വളരെ സിമ്പിളായിട്ട് വരയ്ക്കാൻ അറിയണമെന്ന് പോലുമില്ല ഇതൊക്കെ ചെയ്യാനായിട്ട്. ഓരോ സീറോ ഒക്കെ വരച്ച് ഒരു ബീക്കും ഒക്കെ വരയ്ക്കുമ്പോഴത്തേക്ക് ഔൾ റെഡി ആയിക്കഴിഞ്ഞ്. അത് പിന്നെ ക്ലേ വെച്ച് ഉരുട്ടേ ഒന്നും വേണ്ട, ഓൾറെഡി ആ ഒരു ഷേപ്പ് അതിൽ തന്നെ ഇങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് ഓൾറെഡി അതിലൊരു ഷേപ്പ് ആയിക്കഴിഞ്ഞു, കണ്ടില്ലേ. അപ്പം അതിന് ഇതായി കഴിഞ്ഞ് ഏറ്റവും താഴോട്ട് അത് ക്രമീകരിച്ച് വെച്ച് കഴിഞ്ഞപ്പം നല്ല ഭംഗിയോടുകൂടി ആ ഒരു ഹെഡിൻ്റെ ഒരു പോർഷൻ റൗണ്ട് ആവണമെന്നൊന്നും ഇല്ലായിരുന്നു. അതിൽ തന്നെ കണ്ണും ആ ഒരു ലൈനിലാണ് നമ്മളിനി ഇത് ഞാൻ മുടി ഇതുപോലെ ഒന്ന് ചെയ്തിട്ടതാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്, കുഞ്ഞിലേ ഭയങ്കര ഇഷ്ടമുള്ളൊരു ഹെയറാണ്. എനിക്ക് ഹാഫ് ഹെയറാണ് ഇത്തിരി കൂടെ ഇഷ്ടം കട്ട് ചെയ്തിടാൻ. അത് ഒരാഗ്രഹത്തോടെ ഞാൻ ഇട്ടതാണ്. അപ്പോൾ മോളും പറഞ്ഞ് അത് കൊള്ളാമെന്ന് പറഞ്ഞ്, അവൾക്കും അത് ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഞാൻ കട്ട് ചെയ്ത് മൂടിയിട്ടത്. അപ്പം ഇതെന്ന് വെച്ചാൽ ഇനി ആ ഒരു പിരികത്തിൻ്റെ ഇതാണ്. അതിന് വേണ്ടിയിട്ട് 2 നീളത്തിലുള്ള 2 പീസ് എടുത്തിട്ട് അത് അതായത് പിരികം സ്റ്റാർട്ട് ചെയ്യുന്ന ഭാഗത്ത് വീതി കൂടുതലും മുകളിലോട്ട് ചെയ്ത് വരുന്തോറും വീതി കുറച്ചാണ് ചെയ്ത് വരുന്നത്. കട്ട് ചെയ്ത് 2 എണ്ണം ഒരേപോലെ കട്ട് ചെയ്തിട്ടാണ്. അത് സിമ്പിളായിട്ട് നമ്മൾ ഈ കത്രിക കൊണ്ട് സ്ട്രെയിറ്റ് കട്ടിങ്സുകൾ ചെയ്യുന്നതേ ഉള്ളൂ. സിമ്പിളായിട്ട്, വളരെ സിമ്പിളായിട്ട് അതിൽ കട്ടിങ്സുകൾ ചെയ്യുന്നതേ ഉള്ളൂ. വളരെ സിമ്പിളായിട്ട് അതാണ് ആ ഒരു പിരികത്തിലോട്ട് വെക്കാൻ വേണ്ടിയിട്ടാണ്. വളരെ ശ്രദ്ധിച്ചിട്ടുള്ള ഓരോന്നും കട്ട് ചെയ്ത് ആ ഒരു കണ്ടില്ല, ആ ഒരു അതായത് ആ ഒരു നമ്മൾ ഫെദറിൻ്റെ ഒരു കണ്ട 2 സൈഡിലോട്ട് കണ്ടില്ല, അത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ആ ഒരു ഫെദറിൻ്റെ ഒരു അതേപോലെ തോന്നിക്കത്തക്ക വിധത്തിലാണ് അത് കട്ട് ചെയ്ത് വെച്ചാൽ. ഇനി ആ ഒരു കണ്ണിന് ചുറ്റും നമ്മൾ ഓരോന്നായിട്ട് ഒട്ടിച്ചൊട്ടിച്ച് റൗണ്ട് ചേർത്ത് ഒട്ടിക്കുകയാണ് ചെയ്യുന്നത്. അത് കുറച്ചും കൂടി ചെറിയ പീസുകളാണ്, ഏറ്റവും ചെറിയ പീസുകളായിട്ടാണ് നമ്മളത് ചെയ്യുന്നത്. റൗണ്ടായിട്ട് ഇതിങ്ങനെ റൗണ്ടായി ഇടുകയാണ്. അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ നല്ല ഭംഗിയില്ലേ. ഇനിയെന്ന് പറഞ്ഞാൽ ആ ഒരു ബീക്കും വെച്ച് കണ്ണിന് ബ്ലാക്ക് കളറും കൊടുത്ത് അത് ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ നല്ല മനോഹരമായി. അത് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഞാനിവിടെ സീക്വൻസും കൂടി ഒട്ടിച്ച് കഴിഞ്ഞ് അതുപോലെ ഗോൾഡൻ കളർ ചെയ്തപ്പോൾ വളരെ മനോഹരമായിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റിയെന്നുള്ളതാണ്.